കുഞ്ഞാപ്പോ എന്താ അവിടെ കാട്ടുന്നത്? അതിലൊരുക്ക ആരാണത്? ആ കുഞ്ചാട്ടാ, അതിരല്ലെന്നു ഞാൻ നെല്ലിമണി പൊറുക്കാണ്. നിങ്ങളെന്താ എവിടുക്കാണ്? ഞാൻ അങ്ങോട്ട് വരാം. അല്ല എത്ര വിടുന്നു കുഞ്ചാട്ടാ? ഈ നെല്ലിമണി ഉണ്ടല്ലോ, ഇത് ഉമ്മ പറഞ്ഞേ അനക്ക് എന്തായാലും പണിയൊന്നുമില്ലല്ലോ. ആ കൊയ്ത നെല്ലിമണി ഉണ്ടാവും, അതൊക്കെ പൊറുക്കിട്ടോ നമുക്കൊരു കുത്തിട്ട് അരി ഉണ്ടാക്കാൻ പറഞ്ഞി. അപ്പൊ ചോറക്കാലോ. എടാ അനക്ക് പണിക്ക് പോയിക്കൂടെ? ഇങ്ങനെ നടന്നോട്. ഇങ്ങനെ 4 ഭാഗം നടന്നത് എന്താ ഇപ്പൊ ഒരു കാര്യമല്ലോ? എനക്ക് വല്ല വരുമാനം ഉണ്ടാ? എന്താ പറ്റി ഇങ്ങനെ കണ്ടിരിക്കണം? ആ തള്ളന് പണിക്ക് പറഞ്ഞയച്ചിട്ട് ഈ പോത്ത് പോലെ നടന്നോ? എന്താണ് നിങ്ങൾ എന്നെ പറഞ്ഞത്? ഞാൻ പോത്താന്നോ? നിങ്ങൾ എന്താ എന്നെ പോത്തിന്ന് വിളിച്ചത്? നിങ്ങൾ അത്രക്കാരനായ? ആ എന്നെ പോത്തൊന്നും വിളിക്കണ്ട. എന്റെ ഉമ്മക്ക് നല്ലൊരു പേരിട്ടുണ്ട്, കുഞ്ഞാപ്പൂന്ന്. അത് വിളിക്കാൻ പറ്റിയെങ്കിൽ വിളിച്ചാൽ മതി. ആ നിങ്ങൾ വല്ലാത്തൊരാളെന്ന് ഞാൻ എന്റെ അമ്മാണ്ട് പറയുന്നു. ആ നിങ്ങൾ ഇനി പോത്തിന്ന് വിളിക്കല്ലേ? എടാ ഇത് ചൂടാവണ്ട. ഇവിടെ വർപ്പിച്ചിട്ട് ആര് വർപ്പിച്ചാലും പറയൂലട്ടാ. മനസ്സിലായിക്കോ? നിങ്ങളെ വരപ്പിക്കല്ലേ ചെയ്യാ? ആ നിങ്ങൾ അത്രക്കാരനായില്ലേ? പാവം ഞാൻ വിചാരിച്ച് ഇന്നെ പോത്തൊന്നും വിളിച്ചിട്ട് നിങ്ങൾ ആരാന്നോ? ആ ഞാൻ ഇതൊക്കെ ഒന്നാണ്ട് തരും. ഈ വടിയായിട്ട് ഒന്ന് പെരുഞ്ഞാട്ടാ. നിങ്ങൾ ഇന്നെ അടിച്ചില്ലേ? ഞാൻ എന്റെ അമ്മയോട് പറയും. ആ എന്റെ അമ്മയോട് പറയും നിങ്ങൾ ഇന്നെ അടിച്ചിക്കണ്, ഇന്നെ പോത്തൊന്നും വിളിച്ച് ഇന്നെ അടിക്കും ചെയ്തിക്കണ്. ഞാൻ എന്റെ അമ്മയോട് പറയും. എടാ ഞാൻ എന്നെ വടിയായിട്ട് ഇങ്ങനെ ഓടിയിട്ടല്ലേ ഉള്ളൂ, അടിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്താ ഇങ്ങനെ പറയണത്? നിങ്ങൾ അടിച്ചാലും ശരി അടിച്ചിട്ടില്ലെങ്കിൽ ശരി, ഞാൻ എന്റെ അമ്മയോട് പറയും. നിങ്ങൾ ഇനി പോത്തിന്ന് വിളിച്ചില്ലേ? ഇക്കുഞ്ഞ് വലിയ കല്യാണക്കാരൊക്കെ കിട്ടുവോ? നിങ്ങൾ ഇനി പോത്താക്കിയില്ലേ? ഞാൻ പറയും ഉമ്മാനോട്. ചെക്കന്നെ ആ തള്ളോട് ചെന്ന് പറയാവോ? വല്ലാത്തൊരു തള്ളയാണ്. എന്താപ്പ ചെയ്യാ? എന്താണ് കുഞ്ഞാപ്പോ കരഞ്ഞു പോണ്? അതെ സാന്തേച്ചിയെ, നിങ്ങളെ കുഞ്ഞിനായിട്ടല്ലേ ഇന്നെ പോത്തെന്ന് വിളിച്ചില്ലേ? പോത്ത് വിളിച്ചാനൊക്കെ ഇങ്ങനെ കാര്യാക്കണ്ടെന്നോ? ഒരു വയസ്സായ ആളല്ലേ, എന്റെ വാപ്പട പോലെ. അതെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവൂല. നിങ്ങൾക്ക് ഇന്നെ പോത്തി വിളിച്ച കുഴപ്പമുണ്ടാവില്ല. ഇന്റെ കല്യാണക്കാര് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആൾക്കാർ കേട്ടിന്റെ കല്യാണം നടക്കുവോ? ആൾക്കാർ ഞാൻ പോത്തോന്ന് വിചാരിക്കൂലേ? അതെനിക്ക് സങ്കടമായത്. ഞാൻ എന്തായാലും എന്റെ ഉമ്മാണ്ട് പറയുന്നത് എന്തായാലും പറയും. എന്താ ചെക്കൻ എന്നോട് പറഞ്ഞേ? എന്തിനാ നിങ്ങൾ ആ ചെക്കനെ പോത്ത് എന്നൊക്കെ വിളിച്ചത്? ഇനി അത് ഉമ്മോട് ചെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് അവഞ്ഞുണ്ട്. ആ ചെക്കൻ കാര്യമാക്കൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ചേച്ചി അവിടെ ഇല്ലേ? ആ ഉണ്ട്. കുഞ്ഞാപ്പോ എന്താ മുഖത്തൊക്കെ ഒരു ക്ഷീണോ? മോന്റെ സീനല്ല, ആ കുഞ്ഞുണിയാട്ടല്ലേ മൂപ്പള ഇന്നെ പോത്തുന്ന് വിളിച്ച്. എന്റെ അമ്മ എന്താ എടുക്കാണ്ട് ധൃതിയില് പോകണ്ടല്ലോ? അത് ഇമ്മ ആച്ചാത്തടക്ക് പോവാൻ നേരം വൈകണ്. അപ്പൊ ഞാൻ അമ്മാട് പറഞ്ഞു അയാൾ ഇന്നെ പോത്തുന്ന് വിളിക്കാൻ പാടുണ്ടാ. ആര്? കുഞ്ഞുനേട്ടനാ? ആ കുഞ്ഞുണ്ണേട്ടൻ. അയാളൊരു പാവല്ലേ? പാവ പോത്തുന്ന് വിളിക്കാൻ പാടുണ്ടാ. എന്റെ അമ്മ എന്തായാലും ചോദിച്ചിട്ട് എന്റെ അമ്മ നല്ല കാട്ടും അയാളെ. എന്റെ അമ്മ എനിക്ക് ശരിക്കും അറിയില്ല. എന്റെ അമ്മ എന്നെ എത്ര ചീത്ത അറിഞ്ഞാലേ എന്നെ അരിന് പോത്ത് എരിമാന്നൊക്കെ വിളിക്കല്ലോ. അമ്മക്ക് ഇഷ്ടല്ലേ അത്? എന്തായാലും അയാളൊരു പാവം പോത്തിന് വിളിക്കാൻ പാടുണ്ട്. അപ്പൊ അതിനൊന്നും പ്രായമില്ലല്ലോ. പോത്തിന് വിളിച്ചപ്പോ അതിന് പ്രായമില്ല. എങ്ങനെ പ്രായം? അതൊക്കെ പോട്ടെ. എന്നിട്ട് ഉമ്മനോടൊക്കെ പറഞ്ഞു കൊടുത്താ? അമ്മാട് പറഞ്ഞു. ഉമ്മ ചോദിക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പോട്ടൊക്കെ നാനല്ല. അതാണ് ഇത്ര ക്ഷീണത്തിൽ പോണ്? ക്ഷീണത്തിൽ പോവല്ല, കരഞ്ഞ നാന തുടങ്ങിക്കണ്. കരഞ്ഞ മാതിരൊക്കെ ഉണ്ടല്ലോ കുഞ്ഞാപ്പോ. എന്നെ പോത്തിന് വിളിച്ചാല് ഞാൻ നനച്ച് വരുമ്പോഴാണ് എന്നെ പോത്തിന് വിളിച്ചത്. പിന്നെ കൊറേ ഈ നെല്ലുണ്ടല്ലോ, നെല്ല് പൊറുക്കി ഞാൻ ദേഷ്യം പിടിച്ച് വലിച്ചെറിഞ്ഞു അവിടെ. പാടത്തേക്കല്ല കൊറേ വന്നിട്ടാണ് വലിച്ചെറിഞ്ഞു ഞാൻ.
എന്നാ പോയിക്കോ കുഞ്ഞപ്പോ, ഞാനും പോവാൻ നിൽക്കണേ. ഒരു തമാശ പറഞ്ഞല്ലോ ഒക്കെ ഇപ്പൊ കാര്യാക്കണേ ചെക്കന്. താന്തേച്ചും കുഞ്ഞിനോടല്ലേ ഇരിക്കണത്. എന്തായാലും ഓരെ കണ്ട് നല്ല വർത്താനൊക്കെ കണ്ട് പറഞ്ഞിട്ടുണ്ട് പോവാ. പണിക്ക് എന്തായാലും പോകണ്ടേ, കൊറേ ആയി കണ്ടിട്ട്. കുഞ്ഞാപ്പ് കൊണ്ട് വന്നാ സാന്തേർത്തിയേ ചെക്കനാണ് കരഞ്ഞുകൊണ്ട് പോണ്ട്. ചെക്കൻ എന്താ പോത്ത്, കുഞ്ഞിനോട്ടെന്താ പോത്ത് എന്താ വിളിച്ചെന്ന് അറിഞ്ഞ് അതൊന്നും കാര്യാക്കേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ ചെക്കനോട് പറഞ്ഞിരിക്കണ്. ഞാനേ പോത്ത് പോലെ ആയത് തമാശക്ക് പറഞ്ഞ അവനോട്. അതിപ്പോ തമാശല്ലേ കുഞ്ഞുണ്ണേട്ടാ സാന്തേച്ചിയെ ഇങ്ങക്ക് തമാശാവും. കാരണം ഇങ്ങളെ മോനല്ലല്ലോ അത്, ഇന്റെ മോനാണ്. ഇങ്ങളപ്പോ പോത്ത് വിളിച്ച ഇങ്ങളെ മക്കളെ വിളിച്ച ഇങ്ങളെ കാര്യാക്കുവോ അതോ തമാശാക്കുവോ? നിങ്ങൾ എന്ത് വർത്താനാണ് പറഞ്ഞത്? നിങ്ങള് ഇന്റെ മോനെ പോത്തത് വിളിക്കും ചെയ്യാ, എന്നിട്ട് ഇങ്ങനെ രണ്ടാളും കൂടി വിളഞ്ഞു തിരിഞ്ഞിട്ട് അത് തമാശാവെന്ന് പറയും ചെയ്യാ. അതൊക്കെ എവിടുത്തെ നടപ്പാണ്? എന്ത് വർത്താനാണ് നിങ്ങൾ പറഞ്ഞത്? രണ്ട് ഇങ്ങനത്തെ ഒരാൾക്കാരാണ് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഇങ്ങക്കത് തമാശ അല്ലേ? ഉമ്മേ നിങ്ങളിഞ്ഞത് കാര്യാക്കല്ലേ, നാട്ടുകാരൊക്കെ കേക്കില്ലേ. അപ്പൊ നിങ്ങക്ക് നാട്ടുകാര് കേൾക്കുള്ള പേടിയുണ്ട്. നിങ്ങളെ മാപ്പിള ഇന്റെ മോനെയാണ് അവിടെ വഷളാക്കിയത്, അതൊന്നും നിങ്ങൾക്കൊരു പേടിക്കല്ലേ? അപ്പൊ നിങ്ങൾക്ക് നാട്ടുകാര് കേൾക്കും എന്നുള്ളൊരു പേടിയുണ്ടല്ലേ? അതിന്റെ വേദന ഞാനാണ് ഇറങ്ങിയിട്ടുള്ളത്. ഞാനാണ് എന്റെ ഓനെ പറ്റിയതുള്ളത്, അല്ല നിങ്ങളാരുമല്ലല്ലോ. നിങ്ങൾക്ക് അതിനൊക്കെ ഒരു വിഷമുണ്ടല്ലേ നാട്ടുകാർ കേൾക്കുന്നുള്ളത്? നിങ്ങൾ എന്തിനാണ് ഇത് ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയാൻ നിന്നത്? അപ്പൊ കേട്ടില്ലല്ലോ പറയുന്നത്. ഞാൻ എന്താ ഇപ്പൊ ചെയ്യാ, പറഞ്ഞു പോയില്ലേ. രണ്ടു കൂടി എന്താ കുസു നല്ലത്? ഇപ്പൊ നിങ്ങൾക്ക് വിഷമായില്ലേ രണ്ടിനും? പറയുമ്പോ നോക്കണോ, അന്യ മക്കളും അവരാരെ മക്കളും ഒന്നെന്നെയാണ്. നിങ്ങളെ മക്കളെ പോത്തെന്ന് വിളിക്കോ? എനിക്ക് ഭയങ്കര വിഷമായിക്കണത്. ഉമ്മ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, എന്താ ഇപ്പൊ ചെയ്യാ? അപ്പൊ എന്ത് ചെയ്യാനാ? നിങ്ങളുടെ വർത്താനം പറഞ്ഞിരുന്നെങ്കിൽ എന്റെ നേരാണ് വെക്കൂ. കാരണം പണിക്ക് പോവാനുള്ളതാണ്. ഞാൻ പോവാണ്, അല്ലാത്തൊരാൾക്കാരെന്നെ. വിവാത്തുമായി പോവല്ലേ, ലാസ്റ്റ് ചായ കുടിച്ചിട്ടാണ് പോവാ. എന്താ വിളിച്ചാ? ചായ ഒന്നും എനിക്ക് വേണ്ട. നാല് സാന്തേച്ച് വിളിച്ചതല്ലേ, ചായകളും കുടിച്ചിട്ട് പോവാ. ഞാനേ എന്റെ അപ്പത്തെ ദേശത്തിന് പറഞ്ഞതാണ്. നിങ്ങളെ കാര്യം ഒന്നും ആക്കണ്ടട്ടാ. ആയിക്കോട്ടെ, ഗ്ലാസ് ചായ എടുക്കാം. നിങ്ങൾ എടുത്തോളി, ചായ കുടിക്കാലോ. എടുത്തോളും ചായ. ഇങ്ങോട്ട് കേറി ഇരുന്നോളേ. ഞാൻ ഇരുന്നോളെ. ഒറ്റേനെ കൊത്തിരിക്കാലോ. അവിടെ തിരികെ പിന്നെ ഞാൻ പോയ എന്റെ കുഞ്ഞാട്ടാ. ചായ കൊടുക്ക. മനുഷ്യന്മാരല്ലേ? അതെ നിങ്ങള് പറഞ്ഞ അസല കാര്യമാണ്. മനുഷ്യന്മാരല്ലേ, മരിച്ചു പോകുന്ന ആൾക്കാരല്ലേ. ഞാൻ അതിന്റെ ഒരു ബസറുണ്ടാകുമ്പോ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങളൊന്നും തോന്നണ്ട. രണ്ടടക്കം എടുത്താണേ, രണ്ടടക്കണ്ട് മൂന്നെണ്ണം എടുത്തോളി. മുറുക്കാന്നല്ലോ നല്ലതാണ്, നടക്ക നല്ലത്. ഇത് നല്ലതൊന്നുമില്ല, ഇത് കേടല്ലോ. വലുതാക്കി തുടങ്ങി പറ്റില്ലല്ലോ. ഞാൻ അപ്പത്തിന് ചായ കൊടുത്ത അടുത്തവരെ വേണ്ടായിരുന്നില്ല. നിങ്ങളുടെ കഞ്ചിപ്പിന് തന്നുകൂടെ? അവിടെ വെക്കേണ്ട ആവശ്യമുണ്ടാ? കഞ്ചിപ്പിന് തന്നുകൂടെ? അല്ല നല്ല ചൂടാണ് വെള്ളത്തിയെ, നല്ല ചൂടാണ്. മതി സന്ദേശിച്ച് ചായയൊക്കെ നല്ല ചായ അയക്കണ്, വായിക്കും നന്നായിക്കണ്. എനിക്ക് ഇങ്ങോട്ട് കുറെ വർത്താനം പറയാനൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കുറെ പണിയുണ്ട്. പീസാത്താടി ആശാത്താടി, അതുകൊണ്ടാണ് ഞാൻ പോവാന്നിട്ടാ. ഞാൻ എന്തിനു പറഞ്ഞൊന്നും കാര്യാക്കണ്ടട്ടാ. അടക്കം ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മക്കായൊന്നും ആയിട്ടില്ലല്ലേ. ഞാൻ പിന്നെ വരണ്ട്. ആ തള്ളയുടെ മനസ്സിൽ ഒന്നുമില്ല, അത് പാവാണ്. നിങ്ങൾ ഇനി ആ ചെക്കനോട് ഒന്നും പറയാൻ നിക്കണ്ട.